ഇറാഖിൽ വീണ്ടും പടർന്നിട്ടുണ്ടോ? വെള്ളക്കാരെല്ലാം തച്ച് കുന്നിയേറ്റിന്നാ പറയുന്നട്ടെ. പുറംനാട്ടുകാർക്കാർക്കും മോശമില്ല. നമ്മളെ പ്രധാനമന്ത്രി വാജ്പേയിയും പ്രസിഡന്റ് കലാമും പാകിസ്ഥാനിലൂടെ മംഗലം കഴിച്ചിനോലും ദുബൈയിൽ വരുന്നാക്കെല്ലാം ഇനി എസൻസിയും ഡിഗ്രിയും വേണമെന്നാ പറയുന്നത്. ആർക്കും ഇത് എഴുതിയും വായിക്കാനും കിട്ടുന്നില്ല. ഗവൺമെന്റ് കോളേജിന്റെ അടുത്ത് ബസ് കുത്തിയിട്ട് കിടാവ് പോയി. മറ്റേ കിടാവിനെ സ്വണവും മംഗലാരം എത്തിക്കാൻ പറഞ്ഞിട്ട് കങ്കനാടിയിൽ ഐസിൽ വെച്ചിട്ടുണ്ടല്ലോ. ഏഴിന്റെ വെള്ളത്തിലും കൊക്കക്കോലിലും ബസം കണ്ടിട്ട് അതിന്റെ ബന്ധാക്കിയിരുന്നാ പറയുന്നട്ടെ. കൊങ്കമ്പാലത്തിൽ വണ്ടി പറഞ്ഞിട്ട് സുമാർ 300 ആൾക്ക് ഉടവഴി. ഇറാഖിൽ എണ്ണക്കിണറ്റിൽ പണിയെടുക്കുന്ന ഒരു നാട്ടുകാരന് ബുസിനെ വെല്ലുവിളിച്ചിനോലും. നാട്ടുകാരിൽ ഇങ്ങനെ ജോറാക്കുന്നതുകൊണ്ട് ബുസിന് വലിയ പേടിയെന്നാ പറയുന്നത്. കോഴിക്കോട് നിന്ന് ദുബൈയിലേക്ക് വിസിറ്റിന് വന്ന അന്തക്കായൻ്റെ ഓള് ഉറങ്ങിപ്പോയത് കൊണ്ട് ദുബൈയിൽ നിന്ന് മടങ്ങിപ്പോയിന്നാ പറയുന്നട്ടെ. അവരെ സിംഗത്തൂർ ഇറക്കിയിട്ടുണ്ടെന്ന് വിമാനത്തിന്റെ ഡ്രൈവർ അന്തക്കായ്ക്ക് വിവരം കൊടുത്തിന്. ഇപ്പൊ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്, നോക്കാലോ എന്താണെന്ന്. ദുബൈയിൽ നിന്ന് ഔട്ട് ബസ്സിന് നാട്ടിലേക്ക് പോയ നമ്മളെ നാട്ടുകാരെല്ലാം ഇപ്പൊ എന്തോ കണ്ണിന് മരുന്ന് തെറ്റിട്ട് രണ്ടാമത് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നട്ടെ. ഇന്നേക്ക് വാർത്ത എല്ലാം കഴിഞ്ഞ്.